റൈറ്റലിൻ്റെ ആരാധ്യനായ സെക്രട്ടറി ശ്രീ അനൂപ് കൃഷ്ണ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് അനൂപ് കൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് രണ്ട് ജഡ്ജസ് എൻ്റെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. മൂന്നാം സമ്മാനം പറയുവാനായിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സംസാരിച്ച ശേഷം അദ്ദേഹം വിജയികളുടെ പേര് അനൗൺസ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട മിമിക്രി സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ വലിയൊരു ഹായ്. നല്ല മത്സരമായിരുന്നു. ഒരുപാട് നല്ല നല്ല സ്റ്റാറുകൾ കേൾക്കാൻ പറ്റി, നല്ല വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ പുതിയ കൊച്ചു പയ്യന്മാർ ഒരുപാട് നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് അവർ പെർഫോം ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയത് ഹെലികോപ്റ്ററിൻ്റെ അതിപ്രസരം വളരെ കൂടുതലായിരുന്നു. ഹെലികോപ്റ്റർ എനിക്ക് തോന്നുന്നു 50 പേര് മത്സരിച്ചതിൽ 40 പേരിൽ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടി പണ്ട് വിനയ് ഫോർട്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നു. ഇപ്പോൾ ഹെലികോപ്റ്റർ വീണ്ടും കയറിയിരിക്കുകയാണ്. പിന്നെ എന്നാലും ആദ്യം മൂന്നാം സമ്മാനം ഞാൻ പറയാം. ഈ മൂന്നാം സമ്മാനത്തിന് അർഹരായവർ 1, 2 കട്ടക്ക് നിൽക്കുന്നവർ തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പറയണം. മൂന്നാം സമ്മാനം 2 പേർക്കുണ്ട്. ICU മ്യൂസിക് ICU മ്യൂസിക് ICU മ്യൂസിക് വരുന്നുണ്ട്. മൂന്നാം സമ്മാനം 2 ടീമിനാണ്. അതെ. കാരണം എല്ലാവരും കട്ടയ്ക്ക് മത്സരിച്ചു. മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് 2 ടീമാണ്. ഈ 2 ടീമില് നിങ്ങൾക്ക് ഗസ്റ്റ് വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും കൈ പൊക്കിയാൽ മതി. ഞാൻ പറയാം, ഒരുപാടായിട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല. ഞാൻ ലാഗിൻ്റെ ആളല്ല. അതുകൊണ്ട് 2 പേർക്കാണ്. അതിലൊരു ടീം ദോസ്ത്. മൂന്നാം സമ്മാനത്തിന് 2 ടീം അർഹയായാലും സിനിമ ഷൂട്ടിങ്ങുകളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന വിഗ് പ്രകാശ് വിക്സ് 30ലേറെ വർഷത്തെ പാരമ്പര്യവുമായി ഇന്ന് കേരളത്തിലുള്ള സകലമാന ജില്ലകളിലും അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. പ്രകാശ് വിക്സ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് 20,000 രൂപ. അതിപ്പോൾ നമ്മൾ 2ആയിട്ട് വിഭജിച്ചാണ് കൊടുക്കുന്നത്. 2 ടീം വിന്നേഴ്സ് ആയതുകൊണ്ട്. യെസ്, ഓക്കെ. ശ്രീ KS പ്രസാദ് ക്ഷണിക്കുന്നു. ഓക്കെ, മനോജ് ചേട്ടനെ ക്ഷണിക്കുന്നു അടുത്ത ടീമിനുള്ള മെമ്മൻറ്റോ സമ്മാനിക്കുന്നതിനായി. ശ്രീ മനോജ് ഗിന്നസ്. ഓക്കെ, നല്ലൊരു കൈയടി നൽകാം. നല്ലൊരു കൈയടി കൊടുക്കാൻ കേട്ടോ. വളരെ കഷ്ടപ്പെട്ട് ഇതൊരു ചരിത്ര നിമിഷമാണ്. റൈറ്റൽ അവതരിപ്പിച്ച മിന്നൽ താരത്തിലെ വിന്നേഴ്സ് 3ാമതാണെങ്കിൽ പോലും അവർ ഇന്ന് മലയാളികളുടെ മനസ്സിൽ 1ാമത് തന്നെയായിരിക്കും. ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. മിമിക്രി മച്ചാൻസിന് അല്ലേ? അതെ, മിമിക്രി മച്ചാൻസിനെ വിളിക്കാം. വെൽക്കം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടൊരു മൂവിയാണ് ആവേശം എന്ന് പറഞ്ഞ മൂവി. അതിൻ്റെ ഒരു മൂവി റിവ്യൂ ആണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അണിനിർത്തിക്കൊണ്ടുള്ള ഒരു മൂവി റിവ്യൂ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ എല്ലാ മച്ചന്മാർക്കും മൂവി ടെല്ലറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ. ചേട്ടാ, ആവേശം എന്ന മൂവി കണ്ടിട്ട് സുരേഷ് ചേട്ടൻ എന്താണ് തോന്നിയത്? നമസ്കാരം.
എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നല്ല മൂവിയാണ്. ഫാസിലൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുകയല്ലേ. വളരെയധികം സന്തോഷം തോന്നിയ മൂവി കണ്ട്. ഒരു ഫാൻറ്റാസ്റ്റിക് കോമഡി എൻ്റർടൈൻ മാസ് മൂവിയാണ്. വളരെയധികം സന്തോഷം എന്നെ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിച്ചതിന്. ഒരുപാട് സന്തോഷം ചേട്ടാ, ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാലും ഇങ്ങനെ ഒരു റിവ്യൂ തന്നാലും ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ വിനായകൻ ചേട്ടൻ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ട്. വിനായകൻ ചേട്ടാ, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം മതി ചോദിക്കട്ടെ. അല്ല, നിങ്ങളെന്നെ വിളിച്ചു വരുത്തി എന്തിനാണ്? അല്ല, അത് മൂവി റിവ്യൂവിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രം ചോദിച്ചാൽ പോരെ? അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക നമസ്കാരം എല്ലാവർക്കും. അപ്പം ആവേശം മൂവി എന്ന് പറഞ്ഞപ്പോൾ നല്ല കിടിലം മൂവിയാണ്. എല്ലാവരും അത് തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. നല്ല സൂപ്പർ മൂവിയാണ്. വേറൊന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. നമ്മുടെ വിനായക ചേട്ടൻ നല്ലൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞു. അടുത്തായിട്ട് വേറെ ആരുമല്ല, നമ്മുടെ യുവാക്കളുടെ ഹരം ദുൽഖർ സൽമാൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ, അപ്പം ആവേശം മൂവി കണ്ടു, എന്താണ് സാറിന് പറയാനുള്ളത്? എന്ത് പറയണേ, അടിപൊളിയാണ്, പൊളിയാണ് മച്ചാനെ. വേറെ ലെവല് ഫായതൊക്കെ തകർത്താൻ വെച്ച് ഫാന്റാസ്റ്റിക് മൂവി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു റിവ്യൂ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. അടുത്തായിട്ട് നമ്മുടെ തമിഴകത്തിൻ്റെ വിജയ് സേതുപതി സാർ ഈ പടം കണ്ടായിരുന്നു. അദ്ദേഹം റിവ്യൂ പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ വേദിയിലോട്ട് ക്ഷണിക്കാം. பசங்க எல்லாருக்கும் வணக்கம் இருக்கு. இந்த ஆவேசம் மூவி நான் பார்த்துருக்கேன், நல்லா பண்ணியிருக்கு. இந்த பகதோட ஆக்டிங் என்னெல்லாம் நீ பண்ணி வச்சுருக்க ரொம்ப நல்லா இருக்கு. இந்த தமிழ் மக்களை எல்லாமே பார்த்துருக்கேன், ரொம்ப பெருமையாக இருக்கு, நல்லா இருக்கு. இனியும் ഒരുപാട് വിവരങ്ങൾ എത്തിയിട്ടും. അപ്പോൾ ഞാൻ കിളമ്പട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷം. അടുത്തായിട്ട് നമ്മുടെ മിമിക്രി എന്ന കലാരൂപം കൊണ്ടുവന്ന, അതായത് നമ്മുടെ നടനും മിമിക്രി കലാകാരനും കൂടെ ആയ നമ്മുടെ ജയറാം ചേട്ടൻ ഇവിടെ ഉണ്ട്. ജയറാം ചേട്ടാ, നമ്മുടെ ആവേശം മൂവി കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് 2 വാക്ക്. അയ്യോ, എന്തു പറയാനാ, പൊളിച്ചടുക്കിയില്ലേ മച്ചാന്. അടിപൊളിയായിരുന്നു മൂവി. നല്ലൊരു മൂവിയായിരുന്നു, കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫഹദൊക്കെ തകർത്ത് അഭിനയിച്ചു. ഒരുപാട് സന്തോഷവും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ സന്തോഷം. അടുത്ത നമുക്ക് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇവിടെ വന്നിട്ടുണ്ട്. സാർ, ആവേശം മൂവി കണ്ടെന്ന് വിചാരിക്കുന്നു, എന്താണ് സാറിൻ്റെ അഭിപ്രായം? എന്താ ചോദിച്ചത്? അത് ആവേശം എന്ന മൂവി സാർ കണ്ടു, അതിൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. വളരെ നല്ല മൂവിയാണ്, ഞാൻ കണ്ടു. വളരെ സന്തോഷം തോന്നി. അതിൽ ഫൈറ്റും കാര്യങ്ങളും ഫഹദിൻ്റെ അഭിനയവും എല്ലാവരും ഒത്തൊരുമിച്ച് വിജയം നേടിയെടുത്ത ഒരു മൂവിയാണ്. വളരെയധികം സന്തോഷം എന്നെ ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം അടുത്തതായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറാണ്. അപ്പോൾ പിണറായി സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? സാർ, ഇത് നമ്മുടെ ആവേശ മൂവിയുടെ റിവ്യൂ പറച്ചിലാണ്. അതായത് ആവേശം എന്ന മൂവി വളരെ നന്നായിട്ടുണ്ട്. അത് പറയാനുള്ള ചക്കുറുപ്പ് ഈ നെഞ്ചിലുണ്ട്. നിങ്ങൾക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. ഒരുപാട് സന്തോഷം സാർ ഇങ്ങനൊരു വേദിയിൽ വന്ന് ഞങ്ങൾക്കൊരു റിവ്യൂ പറഞ്ഞ ഒരുപാട് സന്തോഷം. അടുത്തായിട്ട് വേറെ ആരെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇവിടെ വന്നിട്ടുണ്ട്. मेरे प्यारे देशवासियों, तू कैसा है? പിണറായി, എന്തൊക്കെയുണ്ട് വിശേഷം? ആവേശം എന്ന മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എടാ മോനെ, ഇതിൻ്റെ 2ാം പാർട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് സന്തോഷം സാർ, നമുക്ക് ഇങ്ങനെ ഒരു വേദി വന്നത് 2ാം പാർട്ടിൻ്റെ സാർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം.